ഇന്ന് നമ്മൾ കോൺ പൊരുത്തങ്ങളെന്ന ഭാഗമാണ് നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 2 വരകൾ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളെ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 2 സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ 8 കോണുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ പറയാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കുക. ഇതിൽ താഴത്തെ 4 കോൺ തമ്മിലുള്ള ബന്ധം നമുക്ക് പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലെ തന്നെ ആയിരിക്കും മുകളിലത്തെ 4 കോൺ തമ്മിലുള്ള ബന്ധം. അപ്പോൾ താഴത്തെ ഒരു കോണും മുകളിലത്തെ ഒരു കോണും എടുത്ത് നോക്കുക. അതായത് ഇപ്പോൾ താഴത്തെ 2 ചെറിയ കോണം എടുക്കുന്നുണ്ടെങ്കിൽ 2 50 ഡിഗ്രി, 2 വലിയ കോണം എടുക്കുന്നുണ്ടെങ്കിൽ 2 130 ഡിഗ്രി. ഒരു ചെറുതും മറ്റൊന്ന് വലുതും എടുത്താൽ ചെറുത് 50ഉം വലുത് 130 ആയിട്ട് അതിൻ്റെ തുക എത്രയായി? 150ആയി. അപ്പോൾ കോണുകൾ മാറിയാൽ ഈ ബന്ധങ്ങൾക്ക് എന്താണ് മാറ്റമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ, സമാന്തരമായ 2 വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ചെറിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്, വലിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ 150 ഡിഗ്രി ആകും. സമാന്തരമായ 2 വര വരച്ച്, സമാന്തരമായ വരേനെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ചെറിയ കോണും വലിയ കോണും ഒരുപോലെ, ചെറിയ കോണുകളെല്ലാം ഒരുപോലെ ആയിരിക്കും, വലിയ കോണം ഒരുപോലെ ആയിരിക്കും. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടാൻ 150 ആയിരിക്കും. ഇനി മുറിച്ച് കടക്കുന്ന വര സമാന്തര വരകളിൽ നിന്ന് ഒന്നിന് ലംബമായാൽ മറ്റേനെല്ലാം ലംബമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിലെല്ലാ കോണുകളും എന്താണ്? മട്ടകോൺ, അതായത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിലെ മുകളിലത്തെയും താഴത്തെയും വരെ എന്താ സമാന്തരമാണെങ്കിൽ ഒരു കോണം എന്നാൽ മുകളിലെ കോൺ എത്രയാണെന്ന് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ കോണുകളെല്ലാം വ്യക്തമാകാൻ വേണ്ടിയിട്ട് വരകളൊന്ന് നീട്ടി വരച്ചതായിട്ട് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും? മുകളിലെയും താഴെയുമുള്ള വരകളെ ചരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 8 കോണുകളാണ് ഇവ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിലെ എന്താണ്? അപ്പോൾ അങ്ങനെ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ചെറിയ 2 എണ്ണമല്ലേ ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കോണിന് ഒരേ അളവായിരിക്കും, 45 ഡിഗ്രി തന്നെയാണ്. പറഞ്ഞാൽ നമ്മൾ എത്രയാണ്? 45 ഡിഗ്രി തന്നെ. ഇനി ചിത്രം നേരെ തിരിച്ചിട്ട് ഇങ്ങനെയാണെങ്കിലോ? ഇതിൽ ഒരു വ്യത്യാസമില്ല. ആ നേരത്തെ കണ്ട ചിത്രം ചെരിച്ച് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താ? കോണ് 40 തന്നെയായിരിക്കും. ആദ്യത്തെ ചിത്രം തന്നെ കോണൽപ്പം മാറ്റി ഒന്ന് കറക്കി വെച്ചതാണ്. മറ്റേ കോൺ എത്രയാണ്? അപ്പോൾ 40 ഡിഗ്രി. ഇതെത്രയാണ്? അപ്പോൾ 40 ഡിഗ്രി. ഇനി ഇങ്ങനൊരു ചിത്രം തന്നു, എം ആകൃതിയിൽ. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷനാണ്. പലർക്കും മാത്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പേടി സ്വപ്നമായിട്ട് കാണുന്നവർ ഒത്തിരി പേരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിളാണ് കേട്ടോ. കുത്തനെയുള്ള വരകൾ എന്താ? സമാന്തരമാണ്. അതായത് ഈ വരി എന്താ? സമാന്തരമാണ്. പക്ഷേ അവ രണ്ടിനെയും മുറിച്ച് കിടക്കുന്ന വരയൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? കുത്തനെ നമ്മൾ ഇവിടെ ഒരു വര കൂടി ഉണ്ടെന്നാണ് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ പിക്ചർ എന്തായി? ഇങ്ങനെ ആ രൂപത്തിലായി മാറും. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ നടുവിലെ കോണ് 2 ഭാഗമായില്ലേ? നടുവിൽ ഇവിടെ 2 കോണാണ്. അതിലെ ഇടത് ഭാഗത്തെ കോണ് നമുക്ക് കണക്കാക്കാം. എങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചെറിയ 2 കോണുകളാണ് വരിക. 2 സമാന്തര വരേനെ ഒരു വര മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണം. അപ്പോൾ ഇതും എന്താ? 30 ഡിഗ്രി. ഇനി അതിൻ്റെ വലത് ഭാഗത്തെ കോണ് കണക്കാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? അളവുകൾ മാറ്റി എടുത്തിട്ട് വരച്ച് നോക്കുക. അപ്പോൾ ഇത്ര 30 ഡിഗ്രി ഇവിടെ എടുത്ത് വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് 40 ഡിഗ്രി പൊട്ടറായിട്ടുള്ള അളന്നെടുത്തിട്ട് വരച്ച് വെക്കുക. 20 ഡിഗ്രി എല്ലാം എടുത്ത് വരച്ച് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയല്ലേ നമുക്ക് പിക്ചർ വേണ്ടത്. അപ്പോൾ ഈ 40 20 എടുത്ത് വരച്ചാൽ നമുക്കെന്താ? ചിത്രം ഭംഗിയല്ലല്ലോ. അതായത് ഇതുപോലെ നമുക്ക് പിക്ചർ കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? കോൺ എത്രയായിട്ട് എടുക്കുക? 30 എടുത്ത് വരച്ച് നോക്കുക. 30 എടുത്ത് വരച്ചാൽ എന്താ? കറക്റ്റായില്ലേ? അപ്പോൾ ഈ 30 കൂട്ടിയാൽ എത്രയായി? 60 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പിക്ചറിൻ്റെ അളവുകൾ കിട്ടിയില്ലേ? 30 60 30. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.